മുത്തുമണികളെ എന്താ പാട്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുത്തുമണികളെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പേർക്ക് ഈ വീട്ടിലിട്ടോ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്, പിന്നെ അതുപോലെ ഈ ഗ്ലാസ് പിന്നെ ഈ അടിയിലെ ജനവാതിലുകൾ മൊത്തം ഉണ്ടാവും കേട്ടോ. പിന്നെ മുകളിലെ ജനവാതിലുകൾ മൊത്തം, അതൊക്കെയാണ് നമ്മളിന്നത്തെ വൈബ് വർക്ക്. പിന്നെ ഉൾഭാഗത്ത് അല്ലറ ചില്ലറ ചൊറിഞ്ഞ പണികളും, അതായത് ബാത്റൂം അടിച്ചേരി തുടക്കുക, ഒരുപാട് വർക്ക് നമുക്കില്ല കേട്ടോ. വാതിൽ തോത്തുക, ഫർണിച്ചർ തോത്തുക, അതൊന്നും നമുക്കില്ല. നമുക്ക് ഇങ്ങനെ പറഞ്ഞ സംഗതികൾ ഇതന്നെ കണ്ടമാനുണ്ട്. നമുക്ക് ചെയ്ത് കൂട്ടാൻ മാത്രമുണ്ട്. നമുക്ക് ജനവാതിലൊക്കെ വീടിൻ്റെ ചുറ്റുഭാഗത്തുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് വർക്ക് ഗ്ലാസ് ക്ലീനിങ്ങിനാണ്. ഒരു ഗ്ലാസിൻ്റെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാം കൂടി നമ്മൾ കൊടുത്തിട്ടില്ല. വീഡിയോസിൽ ബുദ്ധിമുട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് ഇങ്ങനെ ഇവിടൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഞാൻ പക്കത്തങ്ങനെ കുത്തുന്ന വരക്കണതാ. അങ്ങനെ വരച്ച് ലാസ്റ്റ് നമ്മൾ വെള്ളം വന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് വരും കേട്ടോ, വേറെ വീഡിയോസിൽ. ഇതിലേക്ക് വളരെ സ്പേസ് ഉണ്ടാവില്ല വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഉൾഭാഗത്ത് കയറി ഡൈനിങ് ഹാളിൻ്റെ മേലൊരു ടൂക്കള്ളിൽ ജനവാതിലുണ്ട്. അത് കയറി പറ്റി പിടിച്ച് കയറി എണ്ണാമട്ടം കയറാൻ അവർ കയറി അത് മേപ്പിട്ട് കയറി അല്ല ഞാൻ കമ്പിയൊക്കെ തോത്തി എന്ത് സെറ്റാക്കും. അതിൻ്റെ ചില്ല നമ്മൾ പുറന്നാടെ തോത്തുക, അതിൻ്റെ ഗ്ലാസ് നമ്മൾ പുറത്തെ ഭാഗത്തൂടെ പോയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഉൾഭാഗത്ത് കയറി കുറ്റി തുറന്ന് അവിടെയുള്ള പൊടികളും തട്ടി കമ്പിമുള്ള തട്ടിയൊക്കെ സെറ്റാക്കി കൊടുക്കണേ, സെറ്റാക്കുക തന്നെ. അങ്ങനെ തട്ടി വെറുത്തി മിയാക്കാം. പിന്നെ നമ്മൾ അടിയിലേക്ക് ഇറങ്ങി, അത് കഴിഞ്ഞിട്ടോ കാലിലൊക്കെ വീട്ടേക്ക് വെച്ച് ഇനി നമ്മൾ ഈ സാധനം തോത്തണേ, അതൊരു മോഡലിന് വേണ്ടി ചെയ്തതാണ്. അതൊക്കെ തോത്തി സെറ്റാക്കുക. അതിനുള്ള പൊടിയും ചെളിയൊക്കെ നമ്മൾ തോത്തി മിനുക്കി വേറെ ലെവലാക്കുക നമ്മൾ. അതാണ് നമ്മളെ വൈബ്. പിന്നെ നമ്മൾ പോയത് ഫാനിൻ്റെ ഐറ്റംസ് കേട്ടോ. ഫാൻ ഇനങ്ങളിൽപ്പെട്ടതിൽ ഫാനുകൾ കംപ്ലീറ്റ് തോത്തുക. സീലിംഗ് ഫാനും ചുമരും വെച്ച ഫാനൊക്കെ തോത്തി സെറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പോയത് എന്ന് പറഞ്ഞാൽ പോയിട്ടും വന്നിട്ടും ഫാൻ തോത്തി കഴിഞ്ഞതിന് ശേഷം സീലിങ്ങും വരും. ഇങ്ങനത്തെ ഓരോ സെറ്റപ്പുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ തോത്തുക. ജിപ്സം ചെയ്ത് തോത്താൻ പറ്റിയതൊക്കെ നമ്മൾ തോത്തി സെറ്റാക്കി കൊടുക്കുക. ഉയരങ്ങളിലുള്ള വർക്കുകളാണ് നമുക്കിന്ന് കൂടുതലും. പിന്നെ നമ്മൾ പോയി എന്ത് ചെയ്ത് കോണിൻ്റെ ഗ്ലാസ്സുകൾ മുഴുവൻ തോത്തി കണ്ണടച്ചിൽ ലെവലാക്കി കൊടുക്കുക, വേറെ ലെവലാക്കുക. അതന്നെ സെറ്റൊക്കെ അറിഞ്ഞില്ലേ, അതന്നെ സെറ്റ്. അത് കഴിഞ്ഞാൽ പെരക്കാരെ നമുക്ക് നല്ല അടിപൊളി ബത്തക്ക കൊണ്ടുവന്നു. സൗണ്ട് നോക്കും, സൗണ്ട് വേറെ റെക്കോർഡ് പണി ഇതിൽ കുഴങ്ങാൻ പാടില്ല. 10 സെക്കൻഡ് അതില്ലേ. അങ്ങനെ നമ്മൾ ബത്തക്ക തിന്നിട്ട് പിന്നെ നേരെ പോകേണ്ടത് നമ്മൾ അടുക്കളയേക്കാണ്. ബത്തക്ക കിട്ടിയല്ലേ, അപ്പം നേരെ അടുക്കളയേക്കാട് വിട്ട് വണ്ടി അടുക്കളയിലോട്ട് പോയിട്ട് അവിടെ കുടുക്കും പാത്രം ചട്ടിക്ക് ഒരു അരുക്കും നീക്കി ആ റേക്ക് മൊത്തം തട്ടിയടിച്ചൊരു വൃത്തിയാക്കുള്ള പരിപാടിയാണ്. അതൊരു പാത്രക്ക് നമ്മൾ കുടുക്കും പാത്രമൊക്കെ നീക്കും. എന്നിട്ട് ആ അടിച്ചൊരു ക്ലിയർ ചെയ്തതിൻ്റെ ശേഷം ആ കുടുക്കും പാത്രം തോത്തിയിട്ട് ഇങ്ങോട്ട് വെക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ 2ാം നിലയുടെ മുകളിലെ ജനവാതിലിൻ്റെ ഐറ്റംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. 2ാം നിലയുടെ മുകളിൽ ഫസ്റ്റ് ജനാല ഇവിടുന്ന് സ്റ്റാർട്ടാക്കണം കേട്ടോ. നമ്മളൊരു ഭാഗത്ത് വീഡിയോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പാറ്റി പിടിച്ച് കോരങ്ങന്മാർ കയറുന്നതിനായിട്ട് കയറി കയറി അടത്തി ഇനി നമ്മൾ സെറ്റാക്കും. ഇനി അവിടെ നിന്ന് സെറ്റാക്കിയിട്ട് അങ്ങനെ പോകും. ഇത് 2ാം നിലയുടെ കേട്ടോ. 2ാം നില കഴിഞ്ഞാൽ നമ്മളെ അടിനിലയൊക്കെ ഇറങ്ങി. 2ാം നിലയുള്ള എല്ലാവിധ പുറത്തേ ഭാഗത്തുള്ള എല്ലാവിധ കക്കൂസിൻ്റെ കുളിമുറിൻ്റെ എല്ലാം ചെറുതും വലുതൊക്കെ നമ്മൾ സെറ്റാക്കും. അത് കഴിഞ്ഞ് വന്നാൽ ചോറ് റെഡി. മീൻ ബിരിയാണിയാണ് സംഭവം. താത്ത പറഞ്ഞ് മീൻ ബിരിയാണി ഉണ്ടായിരുന്നു. ഏതായാലും വേണ്ടിയില്ല, നമ്മളൊരു പിടി പിടിക്കാറുണ്ട്. മീൻ ബിരിയാണിയാണ് പോയി വെച്ചോണ്ട് തൈരും പപ്പടും തിന്നിടിഞ്ഞു തരണ്ട് കയറുന്നു, ആയിക്കോട്ടെ കയറുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തറിയാം, നമ്മൾ അടിഭാഗത്തുള്ള ജനവാതിലിൻ്റെ വർക്കിനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഈ മുൻഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എങ്ങനെ ചുറ്റും വളഞ്ഞ് അങ്ങനെ പോകും നമ്മൾ. അങ്ങനെ ലാസ്റ്റ് വർക്ക് നമ്മളതാണ് ഇന്നത്തെ ഈ വീട്ടിലെ വർക്ക്. നമുക്ക് ഒരുപാട് വർക്ക് ഇവിടെ ഞങ്ങൾ കണ്ടില്ല. സാധാരണ അതിലുള്ള വർക്കുകളെല്ലാം നമുക്ക് ഇവിടെ ഉള്ളത്.
ഒരുമാതിരി ടാസ്കും അല്ല ക്രൂസ്കും അല്ല അതിൽ വർക്കുകൾ നമുക്ക് കൂടുതലും സെറ്റ് വർക്കാട്ടോ. എല്ലാം നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതിന് കസ്റ്റമർ പറഞ്ഞ അതേപോലെ. അപ്പോൾ മുത്തുമണികളെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.